US ഇറാൻ മൂന്നാം ഘട്ട ആണവ ചർച്ച ഇന്ന് മസ്കത്തിൽ. 29 വർഷത്തെ പ്രവാസത്തിന് വിരാമമിട്ട് കബറാളികളോട് സലാം പറഞ്ഞ് മൂസക്ക നാടണഞ്ഞു. ഒമാനിലെ ഖസബിൽ കാറുകൾ കൂട്ടിയിടിച്ച് കത്തി. കൊല്ലം സ്വദേശിക്ക് ദാരുണാന്ത്യം. ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. അമേരിക്ക ഇറാൻ ആണവ വിഷയത്തിൽ മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് മസ്കത്തിൽ തുടക്കമായി. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് പങ്കെടുക്കുന്നത്. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ചർച്ചകൾക്ക് നേതൃത്വം നൽകും. ബുധനാഴ്ച നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇറാൻ അമേരിക്കൻ പ്രതിനിധി സംഘങ്ങളുടെ തലവന്മാരുടെ ലഭ്യത കണക്കിലെടുത്ത് കൂടിക്കാഴ്ച ശനിയാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. മൂന്നാം റൗണ്ടിൽ ഇറാൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള വിദഗ്ധ തലത്തിലുള്ള സാങ്കേതിക ചർച്ചകൾ നടക്കുമെന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US ഭാഗത്തുനിന്ന് സാങ്കേതിക ചർച്ചകൾക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നയ ആസൂത്രണ തലവനായി സേവനമനുഷ്ഠിക്കുന്ന മൈക്കൽ ആന്റൺ നേതൃത്വം നൽകും. അതേസമയം ഇറാന്റെ ഭാഗത്തുള്ള സാങ്കേതിക ചർച്ചകൾക്ക് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിമാരായ ഖാസെം ഗരീബാബാദിയും മജിദ് തഖ്ത് റവഞ്ചിയും നേതൃത്വം നൽകുമെന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ശനിയാഴ്ച ഗൗരവമായി ചർച്ചകളിൽ ഏർപ്പെടുമെന്നും മറ്റേ കക്ഷിയും ഗൗരവമായി ഇടപെടുകയാണെങ്കിൽ പുരോഗതിക്ക് സാധ്യതയുണ്ടെന്നും ഒരു അഭിമുഖത്തിൽ വിദേശകാര്യമന്ത്രി അരാക്ചി വ്യക്തമാക്കിയിരുന്നു. ഒമാനിലെ പ്രധാന ഖബർസ്ഥാനായ ആമിറാത്ത് ഖബർസ്ഥാനിൽ 29 കൊല്ലമായി ജോലി ചെയ്തിരുന്ന ഏക മലയാളി മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി മൂസക്ക നാടണഞ്ഞു. കഴിഞ്ഞ 29 വർഷത്തിനുള്ളിൽ 11,000 മയ്യിത്തുകൾ ആമിറാത്തിൽ മറവ് ചെയ്തിരുന്നു. ഇതിൽ 5,000-ലധികം ഖബറുകൾ ഇദ്ദേഹം കുഴിച്ചതാണ്. 3 പതിറ്റാണ്ട് മുൻപ് മസ്കത്ത് മുനിസിപ്പാലിറ്റി ജീവനക്കാരനായാണ് ഒമാനിലെത്തിയത്. ആദ്യത്തെ 1 വർഷം ശുചീകരണ തൊഴിലാളിയായിരുന്നു. പിന്നീട് ഖബർസ്ഥാനിലേക്ക് ആളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. പിന്നീടുള്ള കാലം ഇവിടെയായിരുന്നു തന്റെ ജീവിതമെന്നും മനസ്സിന് സംതൃപ്തി നൽകുന്നതായിരുന്നു ജോലിയെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി വിട്ടുപോവാൻ പ്രയാസമുണ്ടെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് തിരിക്കുകയാണ്. നാട്ടിലെത്തി കുറച്ചു കാലം കുടുംബത്തോടൊപ്പം കഴിഞ്ഞതിന് ശേഷം ഉപജീവനത്തിനായി മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വിശദമാക്കി. മസ്കത്ത് KMCC അടക്കം വിവിധ പ്രവാസി കൂട്ടായ്മകൾ മൂസാക്കയ്ക്ക് അനുമോദനവും യാത്രയയപ്പും നൽകി. ഒമാൻ എയറിൽ ഇന്ന് രാവിലെ 10ഓടെയാണ് അദ്ദേഹം പുറപ്പെട്ടത്. ഒമാനിലെ കസബിലുണ്ടായ വാഹനാപകടത്തിൽ കൊല്ലം സ്വദേശിയായ യുവാവ് മരിച്ചു. കൊല്ലം അഞ്ചൽ എരൂരിലെ ഉത്രം വീട്ടിൽ ജിത്തു കൃഷ്ണനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടം. 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. മറ്റേ കാറിൽ ഉണ്ടായിരുന്ന ഏഷ്യൻ വംശജരായ 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. സലാലയിൽ കോൺട്രാക്ടിംഗ് ജോലികൾ ചെയ്തിരുന്ന ഇദ്ദേഹം ജോലി ആവശ്യാർത്ഥമാണ് കസബിൽ പോയത്. മൃതദേഹം കസബ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്പോൺസർ സംഭവസ്ഥലത്തേക്ക് തിരിച്ചതായി കോൺസുലർ ഏജന്റ് ഡോക്ടർ K സനാതനൻ അറിയിച്ചു. കസബ് KMCCയുടെ നേതൃത്വത്തിൽ രേഖകൾ ശരിയാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.